കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് നിലപാട് അറിയിക്കാൻ കെ സുധാകരൻ എം പി രാഹുൽ ഗാന്ധി നേരിൽ കാണും എന്നറിയുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്ന മെയ് 4-ാം തീയതി ആയിരിക്കും. 4-ാം തീയതിക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഉണ്ടാകുക. ഫലം വരുന്നതുവരെ ഇനി പരസ്യ പ്രതികരണം ഉണ്ടാകില്ല എന്നാണ് സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നത്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്. അപ്പോൾ സുധാകരൻ മെയ് 4 വരെ മൗനവ്രതത്തിൽ, അത് കഴിഞ്ഞാൽ പുറന്തോട് പൊട്ടിച്ച് പുറത്തു വരും, അങ്ങനെയാണോ? ഗുഡ് മോർണിംഗ്. എസ് കെ എൻ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ചിലപ്പോൾ അറിയാലോ, പതിവ് സ്വഭാവം പോലെ ക്യാമറയ്ക്ക് മുൻപിൽ എന്തെങ്കിലും പ്രതികരിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ ഏതായാലും മെയ് 4 വരെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ നിർത്തിവെക്കുന്നു. അതായത് ജനവിധി അറിഞ്ഞതിന് ശേഷം മാത്രം മതി പ്രധാന ഹൈക്കമാൻഡ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുന ഖാർഗെ അദ്ദേഹം കണ്ടിരുന്നു. 24 തന്നെയായിരുന്നു ഖാർഗെയെ കാണും എന്ന വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അതായത് കെ സുധാകരൻ എക്കാലത്തും കഴിഞ്ഞ കുറച്ചു കാലമായി കെ സി വേണുഗോപാലിനെതിരായിരുന്നു. പരസ്യമായി തന്നെ കെ സിക്കെതിരെ അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹം കെ സി പക്ഷത്തേക്ക് മാറുന്നു. കെ സിയാണ് മുഖ്യമന്ത്രി ആകേണ്ടത്, കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടെടുക്കും എന്നുള്ളത് 24 ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ പറയുന്നു എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ വരണം എന്നുള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഖാർഗെയെ കണ്ടു. ഖാർഗെയെ കണ്ട ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് ദേശീയ തലത്തിൽ ശ്രദ്ധേയനായി ചടുലമായി കാര്യങ്ങൾ നീക്കുന്ന കെ സി വേണുഗോപാൽ വേണം, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ എന്ന് അദ്ദേഹം നിലപാടെടുക്കുന്നു. ആ നിലപാട് ഖാർഗെയെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയുമായാണ്. 4-ാം തീയതി വിധി വന്നതിന് ശേഷമായിരിക്കും ആ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും വളരെ നിർണായകമായ, കോൺഗ്രസ് നേതൃതലത്തിൽ ഏറെ നിർണായകമായ നീക്കമാണ് കെ സുധാകരൻ നടത്തിയത്. കാരണം കെ സുധാകരൻ്റെ നിലപാട് ഒരിക്കലും കെ സിക്ക് അനുകൂലമായിരുന്നില്ല. മാത്രമല്ല അങ്ങനെ അനുകൂലമാകുമെന്ന് കോൺഗ്രസ് നേതാക്കളുടെ ഈ ഗ്രൂപ്പ് സമവാക്യത്തിൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തതുമാണ്. പക്ഷേ എന്നാൽ പൊടുന്നനെ കെ സി പക്ഷത്തേക്ക് കെ സുധാകരൻ മാറുന്നു. കെ സി മുഖ്യമന്ത്രിയാകണമെന്നതിൻ്റെ പൈലറ്റ് ചെയ്യുന്ന ഒരു നേതാവായി മാറുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇനി രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു. കാരണം മെയ് 4-ന് ശേഷം രാഹുൽ ഗാന്ധിയെ ഡൽഹിയിൽ വെച്ച് ഔദ്യോഗികമായി, അതായത് ഔദ്യോഗികമായി സംഘടനാ കാര്യങ്ങൾ അറിയിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോയിൻമെൻറ്റ് ചോദിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.